കേരളത്തിൽ UDF-ന് നല്ല വിജയമുണ്ടായി. 20-ൽ 18 സീറ്റിലും UDF ജയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കപ്പെട്ടു. എന്നാൽ ദൗർഭാഗ്യവശാൽ തൃശ്ശൂര് BJP-ക്കാണ് വിജയമുണ്ടായത്. ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരപ്രതീക്ഷിത വിജയം BJP-ക്ക് ഉണ്ടായി. അതിന് പല കാരണങ്ങളും ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത തൃശ്ശൂരിൽ മാത്രമല്ല പലയിടത്തും BJP-യുടെ സാന്നിധ്യം ശക്തമായി. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങൽ LDF-ന്റെ ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വോട്ടിൻ്റെ ഫുൾ കണക്കെനിക്ക് കിട്ടിയില്ല എങ്കിലും വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് LDF-നടുത്തെത്തി. കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ ആലപ്പുഴയിൽ വളരെയധികം മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി. ഇതൊക്കെ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് രാജഗോപാലിന് ശേഷം തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDF-നോടൊപ്പം കുറെ അവരും പങ്കിട്ടിട്ടുണ്ട്. പക്ഷേ കേന്ദ്രവിരുദ്ധ മനോഭാവം 18 നിയോജകമണ്ഡലങ്ങളിൽ ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പതിവില്ലാത്ത രീതിയിൽ 2 മുന്നണികളോടൊപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിജിലൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അപ്രതീക്ഷിതമായ പരാജയത്തിൻ്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വിള്ളൽ. അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. മുസ്ലിം വോട്ടുകളിൽ ചില നിയോജക മണ്ഡലങ്ങളിൽ LDF-ന്റെ കൂടെ നിന്നു. എന്നാൽ നമ്മൾ വിചാരിച്ചൊരു കൺസോൾട്ടേഷൻ മുസ്ലിം വിഭാഗത്തിൻ്റെ UDF-ന് കിട്ടിയില്ല. എന്നാൽ UDF-ന് കുറേയൊക്കെ വോട്ട് കിട്ടി. അതുകൊണ്ടാണ് ഗുരുവായൂർ 1ാം സ്ഥാനത്തെത്താൻ കാരണം. ഇതിനു പുറമെ CPM-ന്റെ ഉറച്ച പല പഞ്ചായത്തുകൾ, ഇപ്പം മാടക്കത്തറ, ചാഴൂര്, താന്യം, ഇതൊക്കെ ഒരു ഉരുക്കു ഓട്ട പോലെ CPM-ന്റെ നിന്ന പഞ്ചായത്തുകളിൽ BJP കടന്നു കയറി. ഞാൻ മനസ്സിലാക്കുന്ന മാടക്കത്തറ ഏതാണ്ട് 3000 വോട്ടിൻ്റെ ലീഡോളം BJP-ക്ക് ലഭിച്ചു. അതാണ് 1ാം ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്തത്. ഞങ്ങളുടെ ഒരു അസസ്മെന്റ് 1ഉം 2ഉം ഘട്ടങ്ങളിൽ LDF-ന്റെ ലീഡും 3 മുതൽ ലാസ്റ്റ് റൗണ്ട് വരെ UDF-ന്റെ മുന്നേറ്റമാണ് ഞങ്ങൾ കണക്കാക്കിയതെങ്കിലും അതിന് ഘടകവിരുദ്ധമായി 1ാം റൗണ്ടിൽ തന്നെ BJP ലീഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ്. സ്വാഭാവികമായിട്ടും UDF-ന് കിട്ടേണ്ട മൈനോറിറ്റി വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നാൽ ഇടതുപക്ഷത്തിന് ഇത്രയും മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 12,000 വോട്ട് മാത്രമേ സുനിൽകുമാറിന് കൂടുതൽ കിട്ടി. അതായത് LDF-നെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ സുനിൽകുമാർ. ഇനി ഇതിനും നല്ലൊരു കാൻഡിഡേറ്റ് CPM-ന് കൊടുത്താൽ പോലും ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റ് അവർക്ക് കിട്ടാനില്ല. പക്ഷേ സുനിൽകുമാർ 5 വർഷം മന്ത്രിയായിരുന്ന തൃശ്ശൂരിൽ 3ാം സ്ഥാനത്ത് പോയി. സ്വന്തം പഞ്ചായത്തിൽ താഴെ പോയി, സ്വന്തം ബൂത്തിൽ താഴെ പോയി. ഇന്ന് മൊത്തം കാണാൻ കഴിയുന്ന ഒരു പ്രവണത
അന്തർധാര ഞാൻ ആദ്യം സൂചിപ്പിച്ച CPM BJP അന്തർധാര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്തർധാര വലത്തോട്ടേക്ക് സഞ്ചരിച്ചു. ഇപ്പൊ രണ്ട് ഭാഗത്തും വോട്ട് പിടിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ 4 ലക്ഷത്തിൽ ശിഷ്ടം വോട്ട് UDF കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ 3,28,124 വോട്ടേ കിട്ടി. അതിന്റെ അർത്ഥം ഈ ഭാഗത്തും വോട്ട് ചോർന്നു. അതിന്റെ മുഖ്യ കാരണം കഴിഞ്ഞ തവണ കിട്ടിയ 2 പ്രബല സമുദായങ്ങളുടെ വോട്ടുകളിൽ വന്ന വിള്ളലാണ്. അതാണ് ഞങ്ങൾ ഈ 3,28 പോകാൻ കാരണം. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സമുദായ വോട്ടുകൾ ഉണ്ടായ വിള്ളൽ, സമുദായ വോട്ടിലുണ്ടായ വിള്ളലാണ് ഈ ഇത്രയും താഴോട്ട് 3,28 വാങ്ങാൻ. ഏതായാലും ഈ റിസൾട്ട് വളരെ വിജിലന്റ് ആയിട്ട് UDF കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഒരു രാഹുൽ ഗാന്ധി എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ്. എന്നാൽ അസംബ്ലിയും ലോക്കൽ ബോഡിയും വരുമ്പോൾ അങ്ങനെയുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടും BJPയുടെ സാന്നിധ്യം കുറെ കൂടെ ശക്തമായിരുന്നു. ഇപ്പൊ അതായത് 2019 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പോലും 2ാം സ്ഥാനത്ത് വന്നെങ്കിലും ഡിഫറൻസ് 1 ലക്ഷത്തിൽ അത്രയുണ്ടായിരുന്നു. ആകെ 7 മാത്രമേ അന്ന് BJPക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുള്ളൂ. ഇത്തവണ ഞാൻ ടോട്ടൽ കണക്കെടുത്തിട്ടില്ല, എങ്കിലും ഇത്രയേറെ വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അത് UDFും കോൺഗ്രസും പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കെ മുരളീധരന്റെ കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് 1 ലക്ഷം വോട്ടിനാണ് പിന്നിൽ പോയത്. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, പാർട്ടിയിലെ ഇവിടുത്തെ പ്രതിസന്ധികളുണ്ട്. നേരത്തെ പത്മജ ആരോപിച്ചത് ചില പേരുകൾ എടുത്തു പറഞ്ഞുകൂടിയായിരുന്നു. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, UDFനെ സഹായിച്ചിരുന്ന 2 പ്രബല സമുദായങ്ങളിൽ വന്ന വിള്ളൽ, അത് നമ്മുടെ കാൽക്കുലേഷൻ അവിടെ പാളിപ്പോയി. എന്ത്? അതായത് ഞങ്ങൾ വിശ്വസിച്ച കൺസോൾട്ടേഷൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൽ ഒരു വലിയ വിഭാഗം വോട്ട് സുരേഷ് ഗോപിക്കും ചെറിയ വിഭാഗം വോട്ട് സുനിൽകുമാറിനും പോയി. അതാണ് പിഴവാണ്. സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പലയിടത്തും പാർട്ടിക്കുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും കണ്ടല്ലോ. തിരുവനന്തപുരത്ത് 15,000 വോട്ടിനാണ് തെരൂര് ജയിക്കുന്നത്, 1,700 വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിക്കുന്നത്. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പാർട്ടിക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇങ്ങനൊരു സാഹചര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു കോട്ടം തന്നെയാണ്. അതിനേതെങ്കിലും വ്യക്തികളെയോ നേതാക്കളെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതെങ്ങനെ മറികടക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. സുരേഷ് ഗോപി അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ഒരു പ്രശ്നമുണ്ട്. കാരണം ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് വോട്ട് ചേർത്തു, ഇതൊന്നും നേതാക്കൾ, പ്രത്യേകിച്ച് ജില്ലയിലുള്ള നേതാക്കൾ നേരത്തെ അറിയുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരൊന്നും ഉണ്ടാവായിരിക്കും. അല്ല, അതിലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവർക്കും ഒരു പാഠമുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് വീടുകളുടെ എണ്ണം കുറയുകയും ഫ്ലാറ്റുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. പലപ്പോഴും പല ഫ്ലാറ്റുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവേശനം ഇല്ലാതെ ഒരു ഫ്ലാറ്റിൽ ചെന്ന് അഭ്യർത്ഥന കൊടുക്കാൻ ചെല്ലുകയാണ്, നിങ്ങളിവിടെ വെച്ചിട്ട് പോയിക്കോളൂ, ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഭാവിയിൽ പുനഃപരിശോധിക്കും. ഇവിടെ ഈ 50,000 വരെ വോട്ട് ചേർത്തു എന്ന് BJPക്കാർ തന്നെ സമ്മതിക്കുന്നു. അത് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുസമൂഹത്തിൽ വന്ന മാറ്റമനുസരിച്ച് ഈ വോട്ട് ചേർക്കുന്നതിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 34 ബൂത്തുകളിൽ
ഈ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ടതുണ്ടല്ലോ 17A 34 ബൂത്തുകളിൽ കണക്ക് ശരിയായിരുന്നില്ല. ഞങ്ങൾ അവസാനം പരിശോധിച്ചു. അതിലൊക്കെ ജാഗ്രത കുറവ് ഉണ്ടായി, അതായത് ബൂത്ത് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായി. വീഴ്ചയുണ്ടായി. ഈ നേരത്തെ കെ കരുണാകരൻ പരാജയപ്പെട്ട സ്ഥലമാണ്. നേരത്തെ രാഹുലും പരാജയപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ പരാജയപ്പെടുകയാണ്. അപ്പോൾ ഈ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ 1998 ഇവിടെ നിൽക്കുമ്പോഴും കെ കരുണാകരൻ 96 പരാജയപ്പെടുമ്പോഴും അന്ന് കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ ശക്തമായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിച്ചെങ്കിലും അദ്ദേഹം വെറും 1200 വോട്ടിന്, ഞാൻ വെറും 18,000 വോട്ടിനുമാണ് തോറ്റിട്ടുള്ളത്. അതായത് ഞാൻ അന്ന് 98 മത്സരിക്കുമ്പോൾ ഞാനൊരു ഗ്രൂപ്പിൻ്റെ ആളെന്നുള്ള നിലയിൽ ശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് മറുവിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്വാഭാവികമായിട്ട് വൈരാഗ്യം മനസ്സിലുണ്ടായിരുന്നു. മാത്രമല്ല പലയിടത്തും ചെന്നപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് എന്നിട്ട് പോലും 18,000 ഒരു മൈനസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ എല്ലാം അനുകൂലമായിരുന്നു. ഞാൻ മാർച്ച് 9, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാർച്ച് 9 വന്നിറങ്ങിയത് മുതൽ ഇലക്ഷൻ കഴിഞ്ഞ അന്ന് വരെ ഒരിടത്തും ഒരു നെഗറ്റീവായിട്ടുള്ള ട്രെൻഡ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ, ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ കഴിഞ്ഞ ഈ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി പര്യടനം അങ്ങനെ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയുക. അദ്ദേഹം ചില കുടുംബയോഗങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മത്സരം UDF LDF തമ്മിലാണ് എന്നുള്ളൊരു പ്രതീതിയായി. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പൂരം മുതൽക്കാണ് കാര്യങ്ങൾ പാളാൻ തുടങ്ങിയത്. തൃശ്ശൂർ പൂരം സർക്കാരിനെതിരായി. അത് യൂട്ടിലൈസ് ചെയ്യാൻ UDFന് കഴിഞ്ഞില്ല. പക്ഷെ UDF അങ്ങനെ പൂരം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളത് അന്ന് അധികം പറയാഞ്ഞത്. പക്ഷെ അന്നേ ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് കമ്മീഷന്റെ പ്രവൃത്തി ആരെയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പം അത് ഫലവത്തായി. അന്ന് പറഞ്ഞത് ആ നടപടി BJPക്ക് വളരെയധികം ഗുണം. അതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീലിന്റെ ഭാഗമുണ്ട്. കമ്മീഷണർ ഡീലിന്റെ ഭാഗമായി മാറി. തീർച്ചയായിട്ടും കമ്മീഷണർ LDFന്റെ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് അന്ന് പ്രവർത്തിച്ച. പക്ഷെ അതിന്റെ ഗുണം പോയത് BJP ആണ്. തൃശ്ശൂരേക്ക് ഇനി വരുമോ? ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിന്നു. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടുനിൽക്കുക. അല്ല, അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. തൽക്കാലം ഒന്നിലേക്കുമില്ല. അല്ല, അതിപ്പോ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് നൽകിയില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞ. പക്ഷെ മറ്റേ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോട്ടെ, ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ പ്രചരണത്തിൽ നിന്ന്, അതായത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രചരണത്തിൽ വിട്ടു പറയാമല്ലോ. അതെ അതെ. അപ്പൊ ഇത് എത്ര കാലത്തേക്ക് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം? പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാരുമായിട്ട് ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല.
നേരത്തെ ചോദിച്ച പോലെ ഈ ഇങ്ങനൊരു തുറുപ്പ് ചീട്ടം നൽകാൻ താങ്കൾ തൃശ്ശൂരിന് വലിയൊരു ഓളം ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യവും അപ്പോൾ വ്യക്തിപരമായി താങ്കളുടെ പ്രശ്നം കൊണ്ടല്ല ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവില്ലേ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ വരുന്നു, ഭയങ്കര ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു, പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാകുന്നു. പക്ഷെ എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടാവില്ലേ? അത് എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നു. അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ. നേമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് കൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. അതെ, രണ്ടു ഭാഗത്തും ഉണ്ടായിട്ടല്ല, അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJPക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ട് ജയിച്ചു? കലാശക്കൊട്ടിന്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റിവെച്ചു. കലാശക്കൊട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെ വെച്ചിട്ടല്ല പോകേണ്ടത്. അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റി വെച്ചു. അല്ല, അതിന്റെ മെച്ചമുണ്ട്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് വന്നല്ലോ. അതില് 2ാം സ്ഥാനത്ത് വന്നതിൽ കുറെ അധ്വാനം തേറമ്പിൽ രാമകൃഷ്ണൻ കുറെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ താല്പര്യം എടുത്തുകൊണ്ടാണ് തൃശ്ശൂരെങ്കിലും 2ാം സ്ഥാനത്ത് വന്നത്. ഇരിഞ്ഞാലക്കുടയും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഗുരുവായൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുതൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുതൽ KM ഷാജി വരെ എല്ലാ നേതാക്കന്മാരും എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. അത് മഹാഭൂരിപക്ഷം ഗുരുവായൂരാണ് വന്നത്. അതിന്റെ മെച്ചം ഗുരുവായൂർ 1ാം സ്ഥാനം കിട്ടി. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഈ പൊതുപ്രവർത്തനത്തിന് വിട്ടേക്കാണ്. ഇനി കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റികളിലും പങ്കെടുക്കാൻ പോകില്ല. ഇനി ഞാൻ പോകുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയാൻ ഞാനില്ല. എന്തിനാ വെറുതെ നമ്മളെ ഇലക്ഷനിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും ഇത്രയും കാലം പാർട്ടിയിൽ നിന്നല്ല എത്ര ആനുകൂല്യം കിട്ടിയത്. 4 തവണ ജനങ്ങൾ തെരഞ്ഞെടുത്ത MP ആയിട്ട് 2 തവണ MLA ആയിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഇല്ല, കോൺഗ്രസുമായുള്ള ബന്ധം ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും. സാധാ പ്രവർത്തനായിട്ടുണ്ടാവും. മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ നിരവധി കമ്മിറ്റികളിൽ അംഗമാണ്. പല കമ്മിറ്റികൾ കോൺഗ്രസിന്റെ ഉന്നതതലമായ കമ്മിറ്റി തൽക്കാലം ഇനി ഒന്നിലേക്കില്ല. പാർട്ടി പ്രവർത്തനത്തിലില്ല. ഇല്ല, തൽക്കാലത്തേക്കില്ല. ഇല്ല, ഇനി ഇവിടത്തെ നേതാവാവുന്നില്ല. അല്ലല്ല, ഈ ചിലർക്ക് ചില സ്ഥലങ്ങളിൽ രാശിയില്ല. ജനിച്ച സ്ഥലത്ത് എനിക്ക് രാശിയില്ല. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ ആരിങ്ങനെ പറഞ്ഞിട്ട് കാര്യം എന്താ? തോറ്റേനല്ല ആരെങ്കിലും ചീത്ത വിളിച്ചാൽ കാര്യമുണ്ടോ? ഇല്ലല്ല, ഞാനായിട്ടൊന്നും പറയുന്നില്ല. പരിപാടിയില് 10-9 പേര് മാത്രം പങ്കെടുക്കുന്ന പരിപാടിയായി പരിമിതപ്പെട്ടു പോയതിന്റെ കാരണം എന്താ? ഒന്നാം നല്ല വെയിലത്താണ് പരിപാടി. ഞങ്ങൾ പറയുന്ന പോലെ അത്ര മോശമൊന്നും ആയിരുന്നില്ല. ആള് കുറെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ നല്ല സ്പീച്ചായിരുന്നു. ഏതാ? അതെ അതെ, അത് നടന്നില്ല. അത് നടന്നിട്ടില്ല. അത് നടന്ന് നിങ്ങൾ കണ്ടാണല്ലോ. മറ്റൊരു കാര്യം, ഇപ്പോ ലീഡർ പരാജയപ്പെട്ടു, പരാജയപ്പെട്ടു, തൃശ്ശൂർക്കാർക്ക് ലീഡറുടെ സംവിധാനങ്ങൾ, ലീഡറുടെ കുടുംബത്തോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഓരോ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായി.
ഈ അതേപോലെ രാശി ശരിയല്ലാത്തോണ്ട് വേറെ കുഴപ്പമില്ല. മുൻ MP കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നു. എല്ലാവരും പ്രവർത്തിച്ചു. കൂടുതലൊന്നും വേദനിപ്പിക്കുന്നില്ല. ഏത്? അതെ അതെ. അല്ല അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. വെറുതെ എന്തിനാ എല്ലാവരും കുറ്റം പറഞ്ഞ എന്താ കാര്യം? ഒരു ഇലക്ഷന് തോറ്റു വിചാരിച്ചിട്ട്. സ്വാഭാവികമായിട്ട് റിസൾട്ട് വരുമ്പോഴായിരിക്കില്ല KM ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുകയും തിരിയുകയും ചെയ്യുക. പാർട്ടി കമ്മിറ്റികളിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് സംസ്ഥാന നേതൃത്വത്തിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കോർഡിനേഷൻ ഇല്ല എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചു. തൃശ്ശൂർ കോർഡിനേഷൻ ഇല്ല. അതെ. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നാ പറഞ്ഞത്? ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വം അവർക്ക് പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ നോക്കാനല്ലേ പറ്റൂ. മുരളിയേട്ടനെ പോലെ ഒരാളെ, അതായത് ഈ കോൺഗ്രസിന്റെ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുന്നിൽ ഏത് ഫൈറ്റിന് മുന്നിൽ ഒരാളെ താൽക്കാലികമായിട്ടെങ്കിൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടു. അതിനിപ്പോ എല്ലാ ഫൈറ്റും കയറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ശത്രുത വിളിച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ട് പക്ഷെ അവർ വേണ്ടത്ര പരിഗണന അതിന് നൽകിയില്ല അല്ലെ? അവര് വന്നു, വിളിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പരിഗണന ഉണ്ടായില്ല. സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് 2 യോഗത്തിന് വന്നു, രമേശ് ചെന്നിത്തല 2 യോഗത്തിന് വന്നു. പക്ഷെ അന്ന് രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞു മാറണ്ട, വടകരയിൽ തന്നെ മത്സരിച്ചാൽ ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു എന്താ പറഞ്ഞത്, പത്മജ പാർട്ടിയിൽ നിന്ന് പോയി ഇവിടെ എന്താ മല മറയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു, അത്രയേ ഉള്ളൂ. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. വടകരയിൽ തന്നെ നിന്നാൽ ജയിക്കുമായിരുന്നു. ആരാണ് അതിന് വല്ലാതെ പ്രസ് ചെയ്ത് കൊണ്ടുവന്നത്? അതിനെ കുറിച്ചൊക്കെ എന്തിനാ വെറുതെ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയല്ലോ. ഈ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കടുത്തു പോകുന്ന എനിക്കറിയാം, കുരുതി കൊടുക്കുകയായിരുന്നു. അതൊക്കെ ജനം ഭാവിയിൽ തീരുമാനിക്കും. പിന്നെ ഞാനതിന് നിന്നു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുരുതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനെന്തിനും നിന്നു കൊടുക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശരി, ഓക്കെ. അപ്പോൾ ഇലക്ഷൻ കാലത്ത് മാധ്യമങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ശിവകുമാറിന്റെ യോഗത്തിന് ആള് കുറഞ്ഞെങ്കിൽ പോലും അതൊന്നും മാധ്യമങ്ങളിൽ എടുത്തൊന്നും പറഞ്ഞില്ല. എല്ലാ കാര്യത്തിലും മാധ്യമങ്ങൾ സഹായിക്കും.